2024 ജനുവരി മാസത്തിൽ ബഹുമാന്യനായ രാഹുൽ ഗാന്ധി ആരംഭിക്കാൻ പോകുന്ന ന്യായയാത്ര എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ദേശീയ യാത്ര ഭാരത് ജോഡോ യാത്രയുടെ തുടർച്ചയാണ് എന്ന് വേണം കരുതാൻ. ഭാരത് ജോഡോ യാത്ര ഇന്ത്യയുടെ തെക്കേ അറ്റത്തു നിന്ന് ആരംഭിച്ച് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് വടക്കേ അറ്റത്തെ കശ്മീരിൽ അവസാനിച്ചു. വളരെ നീണ്ട ഒരു യാത്രയായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇതുപോലെ ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിൽ ഒരു യാത്ര സംഘടിപ്പിച്ചിട്ടില്ല എന്ന സവിശേഷത അതിനുണ്ട്. അത് ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥ ആയിരുന്നില്ല, മറിച്ച് ഇന്ത്യയെ കണ്ടെത്തുന്നതിനും അദ്ദേഹത്തിൻ്റെ വലിയ അപ്പൂപ്പനായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ഡിസ്കവറി ഓഫ് ഇന്ത്യയെ കണ്ടെത്തുന്നതിനുള്ള ഒരു അന്വേഷണം കൂടിയായിരുന്നു ആ യാത്രയെന്ന് ബഹുമാനീയനായ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഏറിയ പങ്കും കാൽനടയായി യാത്ര ചെയ്ത് ഗ്രാമാന്തരങ്ങളിൽ വൈവിധ്യമാർന്ന സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് ജനങ്ങളുമായി സംവദിച്ച് ജനങ്ങളോടൊപ്പം ആഹാരം കഴിച്ചും ജനങ്ങളോട് ഒപ്പം സംവാദം നടത്തിയും അവരുടെ ഗ്രാമങ്ങളിൽ അന്തി ഉറങ്ങി നടത്തിയ ഒരു യാത്രയ്ക്ക് വൈകാരികമായ ഒരുപാട് നിമിഷങ്ങൾ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകൾക്കും അറുതി വരുത്തുവാൻ ആ യാത്ര നല്ല ഒരളവ് വരെ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യവും വളരെ വ്യക്തമാണ്. അദ്ദേഹം പക്വതയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ പോലെയുള്ള കക്ഷികൾ പലപ്പോഴും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് താനെന്ന് തെളിയിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു ആ യാത്ര. ആ യാത്ര കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചതായ അംഗീകാരം, അദ്ദേഹത്തിൻ്റെ ആളത്വത്തിന് ഉണ്ടായതായ വളർച്ചയൊക്കെ ശത്രുക്കൾ പോലും സമ്മതിച്ചു കൊടുത്തു എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ ഇന്നും ഗ്രാമീണർ അനുഭവിക്കുന്ന യാതനകളെക്കുറിച്ച് അദ്ദേഹത്തിന് നേരിട്ട് മനസ്സിലാക്കുവാൻ അവസരം ലഭിച്ചു. കാണുന്നത് പോലെ അത്ര ഭദ്രവും അത്ര സുഖകരവുമല്ല ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത സാഹചര്യം, അവസ്ഥ എന്ന് അദ്ദേഹം നന്നായി തിരിച്ചറിഞ്ഞു. നഗര സംസ്കാരത്തിൽ പലപ്പോഴും ഈ പറയുന്ന ഗ്രാമങ്ങളുടെ യഥാർത്ഥ സ്ഥിതി മറന്നു പോകുന്ന ദുസ്ഥിതിയും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നത് വലിയ ഒരു സംഗതിയാണ്. അത് ഉണ്ടാക്കിയതായ ചലനം അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല, രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും നൽകിയതായ ഉന്മേഷം വളരെ വലുതായിരുന്നു എന്ന കാര്യത്തിലും എല്ലാവർക്കും സമ്മതമുണ്ട്. അതിനെക്കുറിച്ചും വലിയ തർക്ക വിതർക്കങ്ങളൊന്നുമില്ല. കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ആളത്വത്തിൻ്റെ വളർച്ചയ്ക്ക് അത് സഹായിച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കിയതായിട്ടുള്ള സ്പന്ദനങ്ങൾ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജനുവരി മാസം ഒടുവിൽ അദ്ദേഹം ഇന്ത്യയുടെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ കിഴക്കൻ ഭാഗമായ മണിപ്പൂരിൽ നിന്ന് യാത്ര ആരംഭിച്ച് പടിഞ്ഞാറ് ഭാഗമായ ബോംബെയിൽ, മഹാരാഷ്ട്രയിൽ അവസാനിപ്പിക്കത്തക്ക രീതിയിലാണ് ഈ ഭാരത് ന്യായ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ ജനവാസമില്ലാത്ത മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ബസ്സിലും, ജനങ്ങൾ പാർക്കുന്ന ഇടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാൽനടയായും യാത്ര പൂർത്തീകരിക്കണം എന്നാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇവിടെ മുദ്രാവാക്യത്തിന് അല്പം വ്യത്യാസമുണ്ട്. ഭാരതീയരെ ഒരുമിപ്പിക്കുക എന്നതായിരുന്നു ആർദ്ര യാത്രയുടെ ലക്ഷ്യമെങ്കിൽ ഇവിടെ ഭാരത ജനതയ്ക്ക് നീതി നിഷേധിക്കപ്പെടുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കുവാൻ പാടില്ല. തുല്യനീതി
എല്ലാ ജനങ്ങൾക്കും ലഭ്യമാക്കണം എന്ന വലിയ മുദ്രാവാക്യമാണ് മുഴക്കുന്നത്. നീതി നിഷേധം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, സാമൂഹ്യമായിട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സമാണ്, തുല്യനീതി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, അത് ഭരണഘടനയിൽ ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ഭരണ സംവിധാനത്തിൽ നീതി പാവപ്പെട്ട ആളുകൾക്ക് നിഷേധിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവിലാണ് മുദ്രാവാക്യം മാറ്റിക്കൊണ്ട് ഈ യാത്ര നടത്തുന്നത്. മണിപ്പൂരിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നതിൻ്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കണം എന്നുള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ സംസ്ഥാനം തിരഞ്ഞെടുത്തത് എന്ന് തന്നെ വേണം കരുതാൻ. അവിടെ മെയ്തി എന്ന് പറയുന്ന ഉയർന്ന സമുദായ അംഗങ്ങളും ഗോത്ര വിഭാഗങ്ങളായ കുക്കികളും തമ്മിൽ ചരിത്രപരമായ കാരണങ്ങളാൽ ചരിത്രാതീത കാലം മുതൽ തന്നെ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നുണ്ട്. ഗോത്രവിഭാഗക്കാർക്ക് പ്രത്യേകമായി നൽകിയിരിക്കുന്ന അവകാശങ്ങൾ മെയ്തി വിഭാഗങ്ങൾക്കും നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മെയ്തി വിഭാഗം ഒരു സംഘർഷത്തിന് മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് എന്തായാലും ഉഭയകക്ഷി ചർച്ചയിലൂടെയൊക്കെ പരിഹരിക്കാമെന്ന് BJP വാക്ക് കൊടുത്തിരുന്നെങ്കിലും അവിടെ ആ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ അവശേഷിക്കുകയാണ്. ഗോത്രവിഭാഗത്തിൽപ്പെട്ട കുക്കികളുടെ അവകാശങ്ങൾ അവർക്ക് പൂർണ്ണമായി സംരക്ഷിക്കപ്പെടണം. അവരുടെ അവകാശങ്ങൾ മറ്റേതെങ്കിലും താരതമ്യേന ഉയർന്ന നിലയിൽ നിൽക്കുന്ന മെയ്തികൾക്ക് നൽകുമ്പോൾ ഈ പറയുന്ന കുക്കി വിഭാഗത്തിന് ആ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും എന്നുള്ള ആശങ്ക ഇതൊക്കെ ദൂരീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളുമായി കൂടുതൽ സംവദിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം എങ്ങനെ കണ്ടെത്താമെന്നുള്ളതിൻ്റെ ഒരു അന്വേഷണം കൂടിയാണ് ബഹുമാനിയായ രാഹുൽ ഗാന്ധി ഈ യാത്ര കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നതും വ്യക്തമാണ്. അങ്ങനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം വീണ്ടും ഈ ജനങ്ങൾ ലിംഗവ്യത്യാസത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ ഒരു വിഭാഗം ആളുകൾ എപ്പോഴും നീതി നിഷേധത്തിൻ്റെതായ ദുരന്തങ്ങൾ അനുഭവിക്കുന്നതാണ് എന്ന തിരിച്ചറിവ് ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ഈ ജാഥയ്ക്ക് വ്യത്യസ്തമായ ഒരു മുദ്രാവാക്യം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന മറ്റ് നിരവധി പ്രശ്നങ്ങളെ സംബന്ധിച്ചും ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യമുണ്ട്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യമുണ്ട് എന്നതും നാം കാണാതെ പോകരുത്. അത് മറ്റൊന്നുമല്ല, ഏതാനും മാസങ്ങൾക്കകം നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള പ്രതിപക്ഷ ഐക്യം ഏത് മാർഗത്തിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് മൂന്നാം ഊഴം കൊടുക്കാൻ പാടില്ല എന്ന പ്രതിജ്ഞയോടുകൂടിയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളെ അക്കാര്യത്തിലൊക്കെ ബോധവൽക്കരിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം കൂടെ പരോക്ഷമായി നിറവേറ്റുക എന്ന ലക്ഷ്യം കൂടി ഈ ഭാരത് ന്യായ യാത്രയ്ക്കുണ്ട് എന്നതും പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ യാത്ര കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന ഒറ്റ വാക്യത്തിൽ ഉത്തരം പറയുക പ്രയാസമാണ്. എന്തായാലും ജനങ്ങളുടെ ഇടയിൽ ഒരു ചലനമുണ്ടാക്കുന്നതിന് ഈ യാത്രയ്ക്ക് സാധിക്കും എന്നത് വളരെ സംശയമില്ലാത്ത കാര്യമാണ്. ആ തരത്തിലുള്ള രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാരത് ജോഡോ യാത്ര വെറും ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥയാണ് അല്ലെങ്കിൽ യാത്രയാണ് എന്ന് BJP പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ പാർട്ടികൾ ആക്ഷേപിക്കുന്നത് അർത്ഥശൂന്യമാണ്. ജനങ്ങളുമായി ഒരു രാഷ്ട്രീയ നേതാവിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരു നേതൃനിരയിൽ നിൽക്കുന്ന ഒരാൾക്ക് സംവദിക്കുവാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. മതേതര സ്വഭാവം ഇന്ത്യയുടെ നിലനിർത്തുന്നതിനുള്ള പ്രതിജ്ഞ എടുത്തിട്ടുള്ള രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു വിഭാഗം ആളുകളെയും നീതി നിഷേധത്തിൻ്റെ ഇരകളാക്കുന്നത് സഹിക്കുവാനോ പൊറുക്കുവാനോ സാധ്യമല്ല. അതോടൊപ്പം തന്നെ രാഷ്ട്രം ഇന്ന് അഭിമുഖീകരിക്കുന്ന കടുത്ത ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കർഷകരുടെ പ്രശ്നങ്ങൾ, പാർലമെന്ററി ജനാധിപത്യത്തിൽ ഉണ്ടായിരിക്കുന്ന പുഴുക്കുത്തുകൾ, അധികാരികളുടെ ധാർഷ്ട്യം, ധിക്കാരം, പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങളെ പോലും വാമൂടി കെട്ടുന്ന രീതിയിലുള്ള ഏകപക്ഷീയമായിട്ടുള്ള പ്രവർത്തനം,
ഇതെല്ലാം ഈ യാത്രയിൽ ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ട് ഈ യാത്രയുടെ അനുരണനങ്ങൾ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. അതും നാം കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ജനങ്ങളിൽ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനും അതിലൂടെ ഈ രാജ്യത്തെ അസമത്വവും നീതി നിഷേധവും ഇല്ലാതാക്കുന്നതിനുമാണ് രാഹുൽ ഗാന്ധി ഈ ഭാരത് ന്യായ യാത്ര ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് വെറും വോട്ടിൻ്റെ അല്ലെങ്കിൽ നിയമസഭയിലെയോ പാർലമെന്റിലെയോ തെരഞ്ഞെടുപ്പിലെ നേടാൻ പോകുന്ന വിജയത്തിൻ്റെയോ അംഗസംഖ്യയുടെയോ ലക്ഷ്യത്തിനകത്ത് പരിമിതപ്പെടുത്തുന്നത് ശരിയായ ഒരു വിലയിരുത്തലാവുകയില്ല, സമീപനമായിരിക്കുകയില്ല. ഈ പാർലമെന്ററി ജനാധിപത്യത്തിൽ സ്വാഭാവികമായി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ആഗ്രഹിക്കുന്നത് ആത്യന്തികമായി അധികാരത്തിലെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ 10 വർഷങ്ങളായി ഇന്ത്യയിലെ ജനത അനുഭവിക്കുന്നതായിട്ടുള്ള നാനാവിധം ദുരിതങ്ങളിൽ നിന്ന് അവർക്കൊരു മോചനമുണ്ടാകുവാൻ, അവരെ ഉണർത്തുവാനുള്ള ഒരു ഉണർത്തുപാട്ടായിട്ട് വേണം ഈ ഭാരത് ന്യായ് യാത്രയെ കാണാൻ എന്നതാണ് അവർ നൽകുന്നതായ ആഹ്വാനം. അത് എത്ര കണ്ട് വിജയിക്കും എന്ന് വരും നാളുകളിൽ നാം കണ്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമല്ല ഇതിൻ്റെ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത്, അവരോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കും ഇതിൻ്റേതായ പ്രയോജനം പരോക്ഷമായും ലഭിക്കുമെന്ന കാര്യവും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അവർ ഐക്യത്തോടുകൂടെ ഈ ജാഥയുടെ പിന്നിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളും പ്രതിപക്ഷ ഭാഗത്തുള്ള രാഷ്ട്രീയ കക്ഷികളും അണിനിരക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും പല രാഷ്ട്രീയ കക്ഷികളാണ് അധികാരത്തിലിരിക്കുന്നത്. അവരുടെയൊക്കെ പിന്തുണയോടുകൂടി ഇതൊരു ജൈത്രയാത്ര സ്വഭാവത്തിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്ന ആളുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.